ഹലോ ഓൾ വെൽക്കം ടു കേരള സ്റ്റോക്ക് മാർക്കറ്റ് ഗൈഡ്. അപ്പോൾ ഇന്നത്തെ പോസ്റ്റ് മാർക്കറ്റ് സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പോസ്റ്റ് മാർക്കറ്റ് സെഷനിൽ നമുക്ക് ബാങ്ക് നിഫ്റ്റിയിലെ ഇന്നത്തെ ഒരു മൂവ്മെൻറ്റ്സ് ഒന്ന് പഠിക്കാം. അതിനുശേഷം ഇന്നത്തെ ടോപ്പ് ഗെയിനേഴ്സ് ആൻഡ് ടോപ്പ് ലൂസേഴ്സ്, പിന്നെ നമ്മുടെ വാച്ച് ലിസ്റ്റിലുള്ള സ്റ്റോക്കുകളെ കുറിച്ച് സംസാരിക്കാം. ഇന്നത്തെ വീഡിയോയ്ക്ക് ശേഷം നാളെ മറ്റന്നാളുമായിട്ട് ഒരു കമ്പനി അനാലിസിസ് ചെയ്യാനായിട്ടുള്ള ശ്രമം ഉണ്ടാകും. നമ്മളെ ടോപ്പ് സ്വിംഗ് ട്രേഡിംഗ് പിക്സും നമ്മൾ പരിചയപ്പെടുത്തുന്നതായിരിക്കും. ഓക്കെ, ഇപ്പോൾ നിഫ്റ്റിയിൽ ഇന്ന് എന്താ സംഭവിച്ചതെന്ന് ചോദിച്ചാൽ മാർക്കറ്റ് ഒരു ഡൗൺ സൈഡ് ട്രെൻഡിലായിരുന്നു. അതെന്തുകൊണ്ടായിരുന്നു? പ്രത്യേകിച്ച് ഇന്ത്യൻ മാർക്കറ്റിൽ എന്തെങ്കിലും മോശമായിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല, മറിച്ച് ഗ്ലോബൽ മാർക്കറ്റും യൂറോപ്യൻ മാർക്കറ്റ്സും എല്ലാം ടോട്ടലി ഒരു നെഗറ്റീവ് ആയിരുന്നു. US മാർക്കറ്റ്സിലും ഒരു സെല്ലിംഗ് പ്രഷർ ഉണ്ടായിരുന്നു. ആ ഒരു സെല്ലിംഗ് പ്രഷർ നമ്മുടെ മാർക്കറ്റിലും ബാധിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ ടോട്ടലി ബെയറിഷ് ആവേണ്ട സാഹചര്യമൊന്നുമില്ല. മാർക്കറ്റിൽ എന്തായാലും മേജർ ഡിമാൻഡ് ഏരിയ ആയിട്ട് 25,600 എന്നുള്ള ഈ സോൺ ഉണ്ടാവും. ആൻഡ് മാർക്കറ്റ് ആ ഒരു ഏരിയ ബ്രേക്ക് ചെയ്താൽ നമുക്കൊരു വലിയ ഫോളും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. 25,350 എന്നുള്ള റേഞ്ചിലേക്കൊന്നും മാർക്കറ്റ് വരില്ല എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ആൻഡ് ഒരു 1 hour ചാർട്ട് നമുക്ക് നോക്കാം. 1 hour ചാർട്ടൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു ഡൗൺ സൈഡ് പ്രഷർ മാർക്കറ്റിലുണ്ട്. ഒരു കൺസോളിഡേഷൻ ബ്രേക്ക് ചെയ്ത് താഴത്തേക്ക് വരാനുള്ള ഒരു ടെൻഡൻസി മാർക്കറ്റ് കാണിക്കുന്നുണ്ട്. ഇത്രയും വലിയൊരു ഫോള് മാർക്കറ്റിൽ വരുന്ന ആഴ്ചകളിൽ ഉണ്ടാവുമോ ഇല്ല എന്നുള്ള കാര്യമൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം. എന്തായാലും തിങ്കളാഴ്ചത്തെ പ്രീ മാർക്കറ്റ് സെഷനിൽ ടോട്ടൽ ഒരു ഗ്ലോബൽ മാർക്കറ്റിൻ്റെ അവസ്ഥ അനുസരിച്ചിരിക്കും നമുക്ക് കാര്യങ്ങൾ ഡിസൈഡ് ചെയ്ത് മുൻപോട്ട് പോകേണ്ടത്. ഓക്കെ, ഇപ്പോൾ നിഫ്റ്റിയിൽ ഇങ്ങനെ ആണെങ്കിൽ ബാങ്ക് നിഫ്റ്റിയിലും പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നുമില്ല. സിമിലർലി ഉള്ള മൂവ്മെൻറ്റ്സ് ഒക്കെ തന്നെയാണ് ബാങ്ക് നിഫ്റ്റിയിലും കണ്ടില്ലേ. ബാങ്ക് നിഫ്റ്റിയിൽ നമ്മൾ പറഞ്ഞിരുന്നു, നമ്മൾ ടോട്ടലി വേറെ പ്രത്യേകിച്ചൊന്നും നോക്കുന്നില്ല. ഈ ഒരു സോൺസ് ബ്രേക്ക് ചെയ്താൽ മാത്രമേ നമ്മൾ വലിയ എൻട്രികൾ പുഷ് ചെയ്യുന്നുള്ളൂ എന്ന്, അല്ലേ? ഈ ഒരു സോൺസ്, ഈ 2 സോണിനുള്ളിലാണ് മാർക്കറ്റ് നിൽക്കുന്നത്. മാർക്കറ്റ് അടുത്തൊരു ഡിമാൻഡ് ഏരിയ ബാങ്ക് നിഫ്റ്റിയിലാണെങ്കിൽ 57,400 എന്നുള്ള ഡിമാൻഡ് ഏരിയയിലേക്ക് മാർക്കറ്റ് വരാനുള്ള ഒരു ശ്രമം നടത്തുകയാണ്. നമുക്ക് ഈ ഒരു ഏരിയാസിൽ മാർക്കറ്റ് ഹോൾഡ് ചെയ്യോ ഇല്ല എന്നുള്ള ഒരു തീരുമാനം കണ്ട ശേഷം മാത്രമേ ഫ്യൂച്ചറിലുള്ള പ്ലാൻസ് ഞാൻ പ്ലാൻ ചെയ്യത്തുള്ളൂ. തൽക്കാലത്തേക്ക് ഹോൾഡിങ്ങിൽ കൂടുതൽ സ്റ്റോക്സ് ഒന്നും ഞാൻ വാങ്ങിയിട്ടില്ല. ഇന്നും കുറച്ച് കെയർഫുൾ ആയിട്ട് മാത്രമാണ് ഞാൻ ട്രേഡ് ചെയ്തത്. ഒരു എൻട്രി മാത്രമേ പുഷ് ചെയ്തിട്ടുള്ളൂ. ഓക്കെ, ഇപ്പോൾ ടോട്ടലി ഇന്നത്തെ മാർക്കറ്റിലെ ടോപ്പ് ഗെയിനേഴ്സ് ആൻഡ് ലൂസേഴ്സ് നോക്കുകയാണെങ്കിൽ BEL, ഏഷ്യ മോട്ടോഴ്സ്, ശ്രീറാം ഫിനാൻസ്, ലാസൻ ആൻഡ് TCS ഇത്രയാണ് ടോപ്പ് ഗെയിനേഴ്സിലുണ്ടായിരുന്നത്. ആൻഡ് ടോപ്പ് ലൂസേഴ്സിലുണ്ടായിരുന്നതാണെങ്കിൽ എറ്റേണൽ, മാക്സ് ഹെൽത്ത് കെയർ, സിപ്ല, NTPC ആൻഡ് HDFC ലൈഫ്. അപ്പോൾ BEL നമ്മൾ ഡിസ്കസ് ചെയ്ത സ്റ്റോക്കാണ്. BEL അത്യാവശ്യം നല്ല രീതിയിൽ ഇന്ന് പെർഫോം ചെയ്തിട്ടുണ്ട്. അപ്പോൾ BEL എവിടെ നിന്നാണ് ഒരു സപ്പോർട്ട് എടുത്തതെന്ന് ചോദിച്ചാൽ BEL സപ്പോർട്ട് എടുത്തിരിക്കുന്നത് ഈ ഒരു ട്രെൻഡ് ലൈനിൻ്റെ അപ്പർ സൈഡിൽ നിന്നാണ് BEL സപ്പോർട്ട് എടുത്തിരിക്കുന്നത്. ആൻഡ് അടുത്ത ഒരു മൊമെൻറ്റം കണ്ടിന്യൂഷൻ ഉള്ള ഒരു സാധ്യത BEL ഉണ്ട്, അല്ലേ? അപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ അടുത്ത ഇനി ഒരു ഹൈ പ്രോപ്പർലി ഏതൊക്കെ ലെവൽസിലേക്ക് മാർക്കറ്റിന് നമ്മളെ കൊണ്ടെത്തിക്കും ചോദിച്ചാൽ അടുത്ത ഇനി ഒരു 438 to 440 റേഞ്ചിലേക്കായിരിക്കും മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് ഉണ്ടാവുക. നിലവിൽ 426 വളരെ സ്ട്രോങ് ക്ലോസിംഗ് ആണ് BEL കാണിച്ചത്. അപ്പോൾ നിങ്ങൾ വീക്കിലി എടുത്ത് നോക്കിയാൽ ആ ഒരു ലോവർ വിക്ക് മാക്സിമം ലിക്വിഡിറ്റി ഹണ്ട് നടത്തിയ ശേഷം അപ്സൈഡ് പോകാനുള്ള ടെൻഡൻസി കാണിക്കുകയാണ്. വളരെ നല്ലൊരു ക്ലോസിങ് BELനെ സംബന്ധിച്ചുണ്ട്. നമുക്ക് വരുന്ന ആഴ്ചകളിൽ BEL ഒരു ട്രെൻഡ് കണ്ടിന്യൂഷൻ നമുക്ക് പ്രതീക്ഷിക്കാം, അല്ലേ? അപ്പോൾ അടുത്തിനി എൻ്റെ ഒരു സ്റ്റോക്ക് എന്ന് പറയുന്നത്, ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പരിചയപ്പെടുത്താൻ ഉദ്ദേശിക്കുന്ന സ്റ്റോക്ക് എന്ന് പറയുന്നത് ഉഗ്രോ ക്യാപിറ്റലാണ്. ഉഗ്രോ ക്യാപിറ്റൽ ഞാൻ അധികം ദിവസമായിട്ട് വാച്ച് ലിസ്റ്റിലുണ്ട്. ഒരു കൺസോൾട്ടേഷനിൽ നിൽക്കുകയാണ്. നിങ്ങൾ മന്ത്ലി ചെക്ക് എടുത്ത് നോക്കുകയാണെങ്കിൽ അറിയാം, ഒരു ഡിമാൻഡ് ഏരിയ ടച്ച് ചെയ്ത ശേഷം മാർക്കറ്റ് അപ്സൈഡ് പോകാനുള്ള ടെൻഡൻസി കാണിക്കുക, അല്ലേ? ഇപ്പോൾ വീക്കിലിയിൽ നോക്കിയാലും അറിയാം, ഈ ഒരു കൺസോൾട്ടേഷൻ, ഈ ഒരു ഇത്രയും സോൺ എത്രയാണ് 158 to 182 എന്നുള്ള റേഞ്ചിൽ നിൽക്കുകയാണ്. ആൻഡ് മാർക്കറ്റ് കുറച്ചധികം ദിവസമായിട്ട് എന്തിനാണുള്ള ശ്രമിക്കുന്നതെന്ന് ചോദിച്ചാൽ ഈ ഒരു ഏരിയ ബ്രേക്ക് ചെയ്യാനുള്ള ശ്രമമാണ്. 190ക്ക് മുകളിൽ ഒരു മൊമെൻറ്റം നമുക്ക് പ്രതീക്ഷിക്കാം, 190ക്ക് മുകളിൽ. ഞാൻ കുറച്ചധികം ദിവസമായിട്ട് ഉഗ്രോ ക്യാപിറ്റൽ ഒന്ന് വാച്ച് ലിസ്റ്റിൽ ഇട്ടേക്കാണ്. ഒരു 190ക്ക് എബോവ് ക്ലോസിംഗ് കിട്ടിക്കഴിഞ്ഞാൽ ഒരു അഗ്രസീവ് ബൈയിങ് ഞാൻ ഇതിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. ഒരു 200-250 റേഞ്ചിലേക്ക് ഒരു അഗ്രസീവ് ബൈയിങ് ഞാൻ ഉഗ്രോ ക്യാപിറ്റൽ പ്രതീക്ഷിക്കുന്നുണ്ട്. വരുന്ന വീക്കിൽ എൻ്റെ പ്രയോറിറ്റി ലിസ്റ്റിൽ ഉഗ്രോ ക്യാപിറ്റൽ കാണും. ഈ ഒരു കൺസോൾട്ടേഷൻ ബ്രേക്ക് ചെയ്യാൻ സാധിക്കുമോ ഇല്ലേ എന്നുള്ള കാര്യം നമുക്ക് വരുന്ന ആഴ്ചകളിൽ അറിയാം. കണ്ടില്ലേ, നിങ്ങൾ കുറച്ചും കൂടെ സൂക്ഷ്മമായിട്ട് നോക്കുകയാണെങ്കിൽ അറിയാം, ഈ ഒരു സ്റ്റോക്ക് 170 റേഞ്ചിൽ നിന്നും ഒരു ടെൻഡൻസി കാണിക്കുന്നുണ്ട്. കുറച്ചധികം ദിവസമായിട്ടും ഈ സ്റ്റോക്ക് 170 റേഞ്ചിൽ നിന്നും 190 ബ്രേക്ക് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി കാണിക്കുന്നുണ്ട്. എല്ലാവരും ഈ സ്റ്റോക്ക് ഒന്ന് വാച്ച് ലിസ്റ്റ് ഇട്ട് പഠിക്കാൻ ശ്രമിക്കുക, ഉഗ്രോ ക്യാപിറ്റൽ. ഓക്കെ, അപ്പോൾ മറ്റന്നാളത്തെയും ദിവസം പ്രത്യേകിച്ച് സ്വിംഗ് ട്രേഡിങ്ങിന് വേണ്ടി ഞാൻ കൺസിഡർ ചെയ്യുന്ന സ്റ്റോക്കുകളുടെ അപ്ഡേറ്റുകളും ആൻഡ് പുതിയ സ്റ്റോക്കുകളുടെ ലിസ്റ്റും ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും, യൂട്യൂബ് വീഡിയോയിലായിട്ട് വരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നല്ലൊരു വീക്കെൻഡ് നേരുകയാണ്. താങ്ക് യു.